ഡിപ്രഷൻ എന്താണെന്ന് അറിയോ സക്കീർ ഭായിക്ക്? ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് കേട്ടോ ഇപ്പോൾ. ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡ് ഒട്ടും നമ്മുടെ കൺട്രോളിലല്ലാന്ന് തോന്നിപ്പോവും. ചില സമയങ്ങളിൽ നമ്മൾ നല്ല ഓക്കെയും ആയിരിക്കും. എന്തായാലും ഈ ഒരു ദിവസം വളരെ ശോകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നമ്മൾ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷൂട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. എന്നാലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫേസിൽ തന്നെ ആ ഒരു സംഭവങ്ങളെല്ലാം ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുന്നത് ഞാൻ കാണുന്നത്. ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനൊട്ടും ഹാപ്പി അല്ല, ഞാനൊട്ടും ഓക്കെ അല്ല എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എടുത്തു വെച്ച ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എനിക്ക് ഇതിലോട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ലേ. ചില ദിവസങ്ങളിലേക്ക് ഇതായിരിക്കും കേട്ടോ അവസ്ഥ. രാവിലെ 2 കുട്ടീസിനെയും സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേൽക്കുന്നത്. ആ സമയം തൊട്ട് തന്നെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കയ്യിലായിരിക്കും. ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും എന്ത് കാര്യത്തിനും ഞാൻ ഇവളെ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട അവസ്ഥയായിരിക്കും. നമ്മുടെ പ്രസൻസ് അവർക്ക് ആവശ്യമായിട്ടുള്ള സമയമാണല്ലേ ഇപ്പോൾ. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ആകെ മൂഡ് ഓഫ് ആയി പോകാറുണ്ട്. ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഇരിക്കുന്ന സമയങ്ങളിൽ കെട്ടിയവനെ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കും, ഉള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കും. അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ട് പോലും ആ ഒരു വിഷമമൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ദിവസം കുഞ്ഞിപ്പെണ്ണ് വളരെ അലമ്പായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ആള് നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഫുൾ ടൈം ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായി തീരുന്ന ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അന്നത്തെ ദിവസം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കാണുന്ന നമ്മളല്ല യഥാർത്ഥ നമ്മളെന്ന് പറയുന്നത്. നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉള്ള സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഹാപ്പിയാക്കി വെക്കാനായിട്ട് എടുക്കുന്ന വീഡിയോസാണ് ഇപ്പം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളോട് അവരുടെ സങ്കടങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അവർക്ക് പറയാൻ അറിയില്ല. അപ്പോൾ നമ്മളാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറേണ്ടത്. അങ്ങനെ നമ്മൾ അവരോട് പെരുമാറണമെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് റിലാക്സ് ആയി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. രാവിലെ ചേട്ടനും കുട്ടീസും ജോലിക്കും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും ലോകമാണ്. പിന്നീട് ചില സമയങ്ങളിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കൂടെ ഉണ്ടാവും. ചില സമയങ്ങളിൽ ആൾ നല്ല കരച്ചിലും വാശിയൊക്കെ ആയിരിക്കും. കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കുഞ്ഞിങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ കുഞ്ഞിനൊന്ന് മാറിയെടുക്കാൻ ആളില്ലാതെ എപ്പോഴും ആളിങ്ങനെ കരഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു വികാരമായിരിക്കും അല്ലേ. എനിക്കിപ്പോൾ അമ്മമാരായ നിങ്ങളോടാണ് പറയാനുള്ളത്, നമുക്ക് ഡിപ്രഷൻ അടിച്ചു വന്ന് നമുക്ക് തന്നെ തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഒന്ന് പുറത്ത് പോവുക, നമ്മൾ മൈൻഡിനെ നമ്മൾ റിലാക്സ് ആയി വെക്കുക. അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിയില്ല. അവരെ ഹാപ്പി ആക്കണമെങ്കിൽ ആദ്യം അമ്മയുടെ മൈൻഡ് ഹാപ്പി ആവണം. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ തെറ്റായ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഓക്കെ, ബൈ.